ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് യൂറോപ്യൻ ട്രിപ്പിനായിട്ട് കോവിക്ക് എന്തൊക്കെ ഷോപ്പ് ചെയ്തു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് ആയതുകൊണ്ട് ഷോപ്പിംഗ് ഒക്കെ നമ്മൾ വളരെ പെട്ടെന്നാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ എത്തിയത് ലെൻസ് ആൻഡ് ഫ്രെയിമിലാണ് കേട്ടോ. കോവിക്കൊരു സൺഗ്ലാസ് വാങ്ങാനായിട്ട് ഏകദേശം 1400 രൂപയാണ് കേട്ടോ. വില കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ആദ്യമായിട്ടാണ് ഇത്ര എക്സ്പെൻസീവായ ഒരു ഗ്ലാസ് കോവിക്ക് ഞങ്ങൾ വാങ്ങുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ജോക്കിയിലോട്ടാണ്. നമുക്കിവിടെ തെർമൽ വെയറാണ് വാങ്ങാൻ പോകുന്നത്. അവിടെ ഫ്രാൻസിൽ തണുപ്പ് കൂടുതലായിരിക്കും എന്ന് കരുതിയാണ് നമ്മളത് വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് 2 സെറ്റ് തെർമൽ വെയർ വാങ്ങിയിട്ടുണ്ട്. രണ്ടും സെയിം കളറാണ് നമുക്ക് കിട്ടിയത്. ലാസ്റ്റ് ആയത് കാരണം നമുക്ക് ഒത്തിരി ഷോപ്പ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഷോപ്പിംഗ് ചെയ്ത് പോവുകയാണ്. നെക്സ്റ്റ് നമ്മൾ പോത്തീസിലാണ് എത്തിയത്. ഇവിടെ കുട്ടികളുടെ സെക്ഷനിൽ വന്നപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കോവിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മെമ്മറിയിലോട്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഇവിടെയുള്ള പൗഡർ ടിന്നും പിന്നെ ഷാമ്പുവും ഇതൊക്കെ ഒരു വികാരമാണ്, പ്രത്യേകിച്ച് അമ്മമാരുടെ. സോ ഞാൻ ഈ സെക്ഷനിൽ കൂടെ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ. സോ നമ്മൾ കം ടു ദ പോയിൻറ്റ്. നമുക്കിനി ഗ്ലൗസ്, സോക്സ്, ജാക്കറ്റ്, ബെൽറ്റ് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഇനി പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ടൈം കൂടുതലില്ല. സോ ഞങ്ങൾ ചടപടയിൽ നിന്നെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോയത് ബാറ്ററിയിലായിരുന്നു. പക്ഷേ ആ വീഡിയോസ് എൻ്റെ കയ്യിലില്ല കേട്ടോ. അത് വന്നിട്ട് എങ്ങനെയോ മിസ്സായിപ്പോയി. സോ നമ്മൾ ആ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താ? ഫുഡ്. അതെ, ഞാൻ അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഹോട്ടൽ അരുണ വെജ് റെസ്റ്റോറൻറ്റാണ്. നമ്മൾ അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഞാനൊരു സാമ്പാർ വടയും ചപ്പാത്തിയാണ് പറയുന്നത്. കോവി എന്നും പറയുന്ന പോലെ ഫ്രൈഡ് റൈസ്, ഡെന്നി ബഡൂരിയാണ് ആ സാധനം. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ലൈം ജ്യൂസിൽ ഞങ്ങളങ്ങ് നിർത്തുവാണ്. ഇനി നമ്മൾ നമ്മുടെ ട്രിപ്പിലോട്ട് തിരിച്ചു വരാം. അങ്ങനെ കോവി ടിപ് ടോപ്പായി നിൽക്കുകയാണ്. എനിവേ കോവി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ട്രിപ്പിൽ സത്യത്തിൽ ഞാനും ഡെന്നിയും ഇല്ല കേട്ടോ. കോവി ചേച്ചിയുടെയും ഫാമിലിയുടെയും കൂടിയാണ് കേട്ടോ യൂറോപ്പ് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 5 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഞങ്ങളിൽ ഒരാൾ പോലും ഇല്ലാതെ കോവി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അതും ഈ 2 വീക്സ് മാറി നിൽക്കുന്നത്. എനിവേ ചേച്ചിയുടെ കൂടെ ആയതുകൊണ്ട് ചേച്ചി ടേക്ക് കെയർ ചെയ്യും. ഞങ്ങൾ കൂടുതൽ മിസ് ചെയ്യില്ല എന്ന് നമ്മൾ കരുതുന്നു. സോ നമ്മളിപ്പോൾ പോകുന്ന എയർപോർട്ടിലാണ്. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ കോവിയോട് പറഞ്ഞിരിക്കുന്നത് പപ്പയും അമ്മയും നെക്സ്റ്റ് ഫ്ലൈറ്റിലാണ് വരുന്നത്, ടിക്കറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് കോവി വളരെ എക്സൈറ്റഡ് ആണ്. സത്യത്തിൽ ഇനി ഫ്ലൈറ്റിലോട്ട് പോകണം. ഞങ്ങൾ ഏകദേശം 2 മന്ത്സായിട്ട് പ്ലാൻ ചെയ്യുന്നതാണിത്. അപ്പോൾ 2 മന്ത്സ് കൊണ്ട് കോവിഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം പുള്ളി എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റിൽ കയറുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക, ആ ഒരു തിരക്കിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ അത്ര കാര്യമായിട്ട് ഗൗനിക്കുന്നില്ല. പിന്നെ ചേച്ചിയൊക്കെ നാട്ടിലെത്തിയിട്ട് 2-3 ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം കോവിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും.